നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂറ് ഫലങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. 2024 മെയ് മാസം ഏതാണ്ട് പകുതി കഴിഞ്ഞിരിക്കുന്നു. 1199 ആണ്ട് ഇടവ മാസമാണ്. ഈ സമയത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഓരോ കൂറുകാർക്കും ലഭിക്കേണ്ട നക്ഷത്രഫലങ്ങൾ അഥവാ ലഭിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്രഫലങ്ങളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഈ ഇടവ മാസത്തിൽ തന്നെ ഗ്രഹങ്ങൾക്ക് രാശി മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ രാശി മാറ്റത്തിനനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഓരോ കൂറിലും ആ കൂറിൽ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഫലങ്ങളെപ്പറ്റി പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ബലങ്ങളനുസരിച്ച് ദോഷപരമായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ആ ദോഷങ്ങൾ അകന്നു പോവുകയും അവയെല്ലാം ഗുണപ്രദമായി മാറ്റുവാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. നമ്മുടെ കൂറുകളിൽ 12 കൂറുകളാണുള്ളത്. മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെ ഈ 12 കൂറുകളിലായിട്ട് 27 നക്ഷത്രങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇതിൽ ആദ്യത്തെ 6 കൂറുകളിലും അവയിലെ നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നത് മേടക്കൂറിനെ പറ്റിയാണ്. അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ ഉള്ളത്. മേടക്കൂറിനെ സംബന്ധിച്ച് ഇപ്പോൾ ജന്മരാശിയിലാണ് ശുഭഗ്രഹങ്ങളായിട്ടുള്ള ബുധനും ശുക്രനും നിൽക്കുന്നത്. ധനസ്ഥാനത്താണ് ഗ്രഹങ്ങളിലെ രാജാവായ ആദിത്യനും ഗ്രഹങ്ങളിലെ ഏറ്റവും ശുഭനായ വ്യാഴവും നിൽക്കുന്നത്. അതേപോലെ പാപഗ്രഹങ്ങൾക്ക് ഇഷ്ടസ്ഥാനമായ ദുസ്ഥാനത്ത് 12ാം ഭാവത്തിലാണ് പാപഗ്രഹങ്ങളായ ചൊവ്വയും രാഹുവും നിൽക്കുന്നത്. എല്ലാ ഗ്രഹങ്ങൾക്കും ഇഷ്ടസ്ഥാനമായ 11ൽ ശനി നിൽക്കുന്നു. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു സമയം ഗ്രഹങ്ങൾ വളരെയധികം അനുകൂലാവസ്ഥയിൽ ആണ് എന്ന് വേണം പറയുവാനായിട്ട്. ഇത് വിദ്യാഗുണം ഏറ്റവും അനുകൂലമാകുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക്. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ, വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിന് അവസരം തേടുന്നവർക്ക് അതിന് അനുകൂലമായ അവസ്ഥകൾ, ദാമ്പത്യപരമായിട്ട് സുഖകരമായ ഒരവസ്ഥ, പ്രശസ്തി ഉണ്ടാവുക, സമൂഹത്തിൽ നല്ല ബഹുമാനം ആർജിക്കുക, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ അല്പം ഏത് നക്ഷത്രത്തിനും എല്ലാം ഗുണപരമായിട്ട് വരികയില്ല. രക്തസംബന്ധമായിട്ടും അതേപോലെ തന്നെ അസ്ഥി സംബന്ധമായിട്ട് അസുഖങ്ങൾക്കുള്ള ഇവർക്കുള്ള സാധ്യത കൂടുതലാണ്. സഹോദരങ്ങളും സഹോദര സ്ഥാനീയരുമൊക്കെ നമുക്ക് എതിരാവുക, ശത്രുക്കളാവുക, ധനപരമായിട്ടോ സ്വത്തുപരമായിട്ടോ അസൂയ കൊണ്ടോ ഒക്കെ എതിരാകാനുള്ള സാധ്യതയും ഈ സമയത്ത് ഈ മേടക്കൂറിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉണ്ട്. രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ്. ഇടവ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദങ്ങളും രോഹിണി നക്ഷത്രവും മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദങ്ങളുമാണ്. ഇവർക്ക് ജന്മരാശിയിൽ മുൻപ് പറഞ്ഞ ഗ്രഹങ്ങളിലെ രാജാവായ ആദിത്യനും ശുഭനായ വ്യാഴവും നിൽക്കുന്നു. എന്നാൽ നല്ല 2 ശുഭഗ്രഹങ്ങളായ ബുധനും ശുക്രനും 12ാം ഭാവത്തിൽ ദുസ്ഥാനത്ത് അഥവാ നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അത് ഇവരെ സംബന്ധിച്ച് അല്പം ദോഷം ചെയ്യുന്നതാണ്. 11ാം ഭാവം ഇഷ്ടസ്ഥാനമാണ്. അവിടെ 2 പാപഗ്രഹങ്ങൾ നിൽക്കുന്നെങ്കിലും ചൊവ്വയും രാഹുവും നിൽക്കുന്നെങ്കിലും 11ാം ഭാവം ഇഷ്ടസ്ഥാനം ആയതുകൊണ്ട് തന്നെ ആ ചൊവ്വയും രാഹുവും ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. തൊഴിൽ സ്ഥാനത്ത് ശനി നിൽക്കുന്നു. ഇവിടെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ബുധനും ശുക്രനും അല്പം ദോഷം ചെയ്യുന്നുണ്ട്. ബുധൻ വിദ്യാകാരകനാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതേപോലെ തന്നെ ഗവേഷണം ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ അല്പം എതിരായ സമയമാണ്. ശുക്രനും ആ 12ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ, കലാകാരന്മാർക്ക് ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു ഇടവക്കൂറുകാർക്ക് ഇപ്പോഴുണ്ട്. എന്നാൽ
10ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. 11ൽ ചൊവ്വ രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ ശത്രുവിനെ ജയിക്കാൻ സാധിക്കുക, തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുക, തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവുക, വിവാഹങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴികൾ തുറന്നു വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് സംഭവിക്കും. പൊതുവിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഒരു മനക്ലേശത്തിനുള്ള സാധ്യത, പ്രത്യേകിച്ച് വിദ്യാപരമായ കാര്യങ്ങളിലും ദാമ്പത്യപരമായ കാര്യങ്ങളിലും ഇവർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബുധനും ശുക്രനും രാശി മാറി ജന്മക്കൂറിലേക്ക് വരുമ്പോൾ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ തീർച്ചയായിട്ടും മാറും. 3ാമത്തെ കൂറ് മിഥുനക്കൂറാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദങ്ങളും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളും അടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക് 12ാം ഭാവത്തിൽ ആദിത്യനും വ്യാഴവും നിൽക്കുന്നു. 11ാം ഭാവത്തിൽ ബുധനും ശുക്രനും നിൽക്കുന്നു. 10ാം ഭാവത്തിൽ ചൊവ്വയും രാഹുവും ഭാഗ്യസ്ഥാനത്ത് ശനിയും നിൽക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭാഗ്യകാര്യങ്ങളിൽ കുറച്ച് താമസങ്ങൾ, കാരണം ശനി മന്ദനാണ്, വളരെ താമസം സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അർഹതപ്പെട്ട ഗുണപരമായ കാര്യങ്ങൾ പോലും അല്പം താമസമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 12ാം ഭാവത്തിൽ ആദിത്യൻ നിൽക്കുന്നത് ഗുണപരമാണെങ്കിലും ഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭനായ വ്യാഴം 12ാം ഭാവത്തിൽ വരുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് ഗുണപരമായ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ കർമ്മസ്ഥാനത്ത് ബുധനും ശുക്രനും നിൽക്കുന്നു. പരീക്ഷകൾ ജയിച്ചിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കൊക്കെ ആ പ്രശ്നങ്ങൾ മാറി അനുകൂലമായിട്ട് വരാനുള്ള സമയമാണ്. ചൊവ്വയും രാഹുവും തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അത് കുറച്ച് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നെങ്കിൽ പോലും കാര്യസാധ്യത്തിന് അനുകൂലം തന്നെയാണ്. ആ ചൊവ്വ അവിടെ ദോഷം ചെയ്യുന്നതല്ല. വിദേശത്ത് ജോലി തേടുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലാവസ്ഥകളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ പങ്കാളികൾക്ക്, അതായത് ഭാര്യയ്ക്ക് ഉള്ള ഗുണം ഭർത്താവിനും ഭർത്താവിൻ്റെ ഗുണം ഭാര്യയ്ക്കും ലഭിക്കും. ഓഹരി കച്ചവടം ചെയ്യുന്നവർ, ഊഹക്കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറിയിലൊക്കെ ഭാഗ്യങ്ങൾ പരീക്ഷിക്കുന്നവർക്ക് അതിന് അനുകൂലമായി തരുവാനുള്ള അവസ്ഥയുണ്ട്. പൊതുവിൽ വ്യാഴം 12ൽ നിൽക്കുന്നത് കൊണ്ട് അല്പം ഗുണങ്ങൾ ഇവർക്ക് ഈ സമയത്ത് കുറഞ്ഞിരിക്കും. എങ്കിൽ പോലും മറ്റ് പല ഘടകങ്ങളും പരിഗണിക്കുമ്പോൾ പല പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുൻപോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദവും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും അടങ്ങുന്ന കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് 11ാം ഭാവത്തിൽ ആദിത്യനും വ്യാഴവും നിൽക്കുന്നു. എല്ലാ ഗ്രഹങ്ങൾക്കും ഇഷ്ടസ്ഥാനമായ 11ലാണ് ആദിത്യനും വ്യാഴവും നിൽക്കുന്നത്. തൊഴിൽ ഭാവമായ 10ൽ ബുധനും ശുക്രനും നിൽക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും രാഹുവും നിൽക്കുന്നു. അഷ്ടമത്തിൽ ശനിയും നിൽക്കുന്നു. അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിലും ആയുർബലവും ഇവർക്ക് പൊതുവെ ഗുണപ്രദമായിട്ട് വരുന്നു. പിന്നീട് ഗ്രഹങ്ങളിലെ ഏറ്റവും ശുഭനായ വ്യാഴവും ഗ്രഹങ്ങളിലെ രാജാവായ ആദിത്യനും 11ാം ഭാവത്തിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് ഏറ്റവും ഗുണം ചെയ്യും. 10ൽ ബുധനും ശുക്രനും നിൽക്കുന്നത് ഗുണപരം തന്നെയാണ്. എന്നാൽ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയും രാഹുവും നിൽക്കുന്നത് ഭാഗ്യകാര്യങ്ങളിൽ ഇവർക്ക് പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. അതായത് നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുവാനുള്ള കാലതാമസം. ഉദാഹരണത്തിന് ഒരു ബാങ്ക് ലോൺ അനുവദിച്ച് നമ്മൾക്ക് ലഭിക്കേണ്ടതാണെങ്കിലും അതിന് പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ കുറച്ച് ഡിലേ ഉണ്ടാവുക, തടസ്സങ്ങൾ ഉണ്ടാവുക. നമുക്ക് ലഭിക്കുകയില്ല എന്നല്ല പറയുന്നത്, പക്ഷേ നമുക്ക് കയ്യിലേക്ക് വരുവാനുള്ള കാലതാമസം, അങ്ങനെ ഒരു ഭാഗ്യ തടസ്സം ഈ ഒരു സമയത്ത് കർക്കിടകക്കൂറുകാർക്ക് ഉണ്ട്. ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദവും ജനിച്ചവർക്ക് 10ാം ഭാവത്തിൽ, അതായത് കർമ്മസ്ഥാനത്ത് ആദിത്യനും വ്യാഴവുമാണ് നിൽക്കുന്നത്. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് ബുധനും ശുക്രനും നിൽക്കുന്നു. അഷ്ടമത്തിൽ പാപഗ്രഹങ്ങളായ ചൊവ്വയും രാഹുവും നിൽക്കുന്നു. 7ൽ ശനി നിൽക്കുന്നു. ഇവർക്ക് ദോഷകരമായിട്ട് ഇവിടെ ഭവിക്കുന്നത് 7ാം ഭാവത്തിലെ ശനി മാത്രമാണ്. കാരണം 7ാം ഭാവം മാരക സ്ഥാനം കൂടിയാണ്. അതായത് മരണകാരണമാകാവുന്ന സ്ഥാനം.
അവിടെ ശനി നിൽക്കുന്നത് ആരോഗ്യപരമായ കാര്യങ്ങളും ആയുർപരമായ കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കാനുള്ള ഇടയുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അത് ഈ ഒരു സമയത്ത് ചിങ്ങക്കൂറുകാർക്കുണ്ട്. ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് മോശം സമയമാണ്. എന്നാൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല ഗുണപരമായ സമയമാണ്. വിജയങ്ങളൊക്കെ ഉണ്ടാകും. ഈ ചിങ്ങക്കൂറുകാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിലാണ് കുറച്ച് ശ്രദ്ധ കൂടുതൽ വേണ്ടത്. ശനീശ്വര പ്രീതിയിൽ കൂടിയിട്ട് ആ ദോഷങ്ങൾ തീർച്ചയായിട്ടും അകറ്റുവാൻ സാധിക്കും. കന്നിക്കൂറിൽ ജനിച്ച ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദക്കാർക്കും അത്തം നക്ഷത്രക്കാർക്കും ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദങ്ങളിൽ ജനിച്ചവർക്കും ഭാഗ്യസ്ഥാനത്ത് ആദിത്യനും വ്യാഴവും നിൽക്കുന്നു. അഷ്ടമത്തിൽ ബുധനും ശുക്രനും നിൽക്കുന്നു. 7ാം ഭാവമായ മാരകസ്ഥാനത്ത് ചൊവ്വയും രാഹുവും നിൽക്കുന്നു. ദുസ്ഥാനമായ 6ൽ ശനി നിൽക്കുന്നു. ദുസ്ഥാനമായ 6ൽ ശനി നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് അനുകൂലമാണ് ചെയ്യുന്നത്. പാവഗ്രഹം പാവസ്ഥാനത്ത് വരുന്നത് ഗുണപ്രദം തന്നെയാണ്. എന്നാൽ 7ാം ഭാവത്തിൽ വരുന്ന ചൊവ്വയും രാഹുവും ഈ കന്നിക്കൂറുകാർക്ക് ദോഷാവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധനും ശുക്രനും ഇവർക്ക് ഗുണപ്രദമല്ല. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ കൂറിൻ്റെ അധിപൻ കൂടിയാണ് ബുധൻ. അത് ഈ സമയത്ത് ഇവർക്ക് അനുകൂലമല്ല. 9ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും ആദിത്യനുമാണ് ഇവർക്ക് അനുകൂലാവസ്ഥയിൽ ഉണ്ടാകേണ്ടത്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യം കന്നിക്കൂറുകാർക്ക് ഈ സമയമുണ്ട്. എങ്കിൽ പോലും ഇവർക്ക് അത്ര നല്ല സമയം എന്ന് പറയാനില്ല. അസുഖങ്ങൾ നിമിത്തം വളരെ കഷ്ടപ്പാടുകളുണ്ടാകാം. ഭാര്യ ഭർത്താക്കന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ നിമിത്തം പ്രശ്നങ്ങളുണ്ടാകാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. അതേപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതൊക്കെ കൊണ്ട് കന്നിക്കൂറുകാർക്ക് അത്ര ഒരു നല്ല സമയം അല്ല ഇത്. എങ്കിൽ പോലും തടസ്സങ്ങളെ അവർക്ക് അതിജീവിക്കുവാൻ സാധിക്കും. കാരണം ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം എന്നുള്ളത് കൊണ്ട് നല്ലവണ്ണമുള്ള വ്യാഴപ്രീതിയിൽ കൂടിയിട്ട് നമുക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും ധന ആനുകൂല്യങ്ങളുമൊക്കെ ഉണ്ടാകുവാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഈ 6 കൂറുകളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. നമുക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് പറയുന്നത്. ഈ ദോഷങ്ങളെ നമുക്ക് ഇല്ലായ്മ ചെയ്യുവാനും ഗുണങ്ങളെ പുഷ്ടിപ്പെടുത്തുവാനും നമുക്ക് ഈശ്വര പ്രീതിയിൽ കൂടി തീർച്ചയായിട്ടും സാധിക്കും. അതിന് ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ അടുത്ത 6 കൂറുകളെ പറ്റിയുള്ള ഫലങ്ങളെപ്പറ്റി പറയാം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീ വല്ലഭോ രക്ഷതു.